ഹായ്, വെൽക്കം ബാക്ക് ടു എൽ സരിത കുക്ക് ആൻഡ് വ്ളോഗ്സ്. എല്ലാവർക്കും നമസ്കാരം. ഇന്നൊരു ചേനക്കണ്ടെന്ന് പറഞ്ഞാൽ അറിയാം. ചേനക്കണ്ണന് നല്ലൊരു മുളവിൻ്റെ ഗസി ആക്കിയിട്ട് ഞാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കാണിക്കുന്നത്. ഇത് ചപ്പാത്തിൻ്റെ ഒക്കെ ചോറിൻ്റെ ഒക്കെ എല്ലാത്തിനും നല്ല പാങ്ങാന്ന്. മറ്റേ വെളുത്ത ചോറ്, ചുവന്നരിൻ്റെ ചോറ് എല്ലാത്തിനും സൂപ്പർ സൂപ്പർ കോമ്പിനേഷൻ ഇത്. അങ്ങനെ നീർദോശ, കൽത്തപ്പം, എന്ത് കാലത്തത്തെ എല്ലാ അപ്പത്തിനും ഞങ്ങൾക്കിത് നല്ല കോമ്പിനേഷന്. ഇവിടെ ഞാൻ 1 കിലോ ചേന കണ്ടെടുത്തിന്. ഫസ്റ്റ് അതിൻ്റെ തൊലി പാങ്ങലെടുക്കണോ. കുറച്ച് അടിഭാഗത്തുനിന്ന് എടുത്തെങ്കിൽ നല്ലത്. എന്തായാലും മണ്ണിൻ്റെ അടിയിലാകുന്നതല്ലേ. ഫസ്റ്റ് ഇതിനെ നല്ല പാങ്ങലെ തൊലി എടുത്തിട്ട് പിന്നെ അതിനെ ഈ ചേനക്കണ്ടനെ കവ്വണം, പാങ്ങലെ കവ്വണം. കയ്യെ പിന്നെ കട്ടാക്കണം. ഇങ്ങനെ നിങ്ങൾക്ക് വേണ അളവിന് കട്ടാക്കിക്കോളൂ. കട്ടാക്കിയിട്ട് പിന്നെ ഇതിപ്പോൾ കയറ്റി കൊടുന്ന ചേന, അപ്പോൾ ഇതിനിങ്ങനെ കട്ടാക്കിയിട്ട് ഞങ്ങളൊരു ചെറിയ പീസാക്കിയിട്ട് ഒരു 5 മിനിറ്റ് ഇതിനെ വെള്ളത്തിലിട്ട് വെക്കണം. എന്നിട്ട് ഇതിന് ചെറിയൊരു ഇങ്ങനെ ചൊറിയുന്ന അങ്ങനത്തെ ഒരു ക്വാളിറ്റി ഉണ്ട് ഈ ചേനയൊക്കെ ഉണ്ടാക്കല്ലോ. മണ്ണിൻ്റെ അടിയിലാണെന്നല്ല. അങ്ങനെ ഇങ്ങനെ കട്ടാക്കിയിട്ട് ഇപ്പോൾ ഫസ്റ്റ് നല്ല പാകലിനെ കയറ്റായിന്. നെക്സ്റ്റ് ഇതിനെല്ലാം ഫുള്ള് കട്ടാക്കിയിട്ട് ഒരു 5 മിനിറ്റ് വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചോളൂ. ഇട്ട് വെച്ച പിന്നെ ഇതിൻ്റെ എന്ത് മസാല വേണം. ഇനി തേങ്ങ എന്ത് ഇടാനില്ല. ഞങ്ങൾ തേങ്ങ ഇട്ടിട്ട് കറി വെക്കുന്നത്. ഇന്ന് തേങ്ങ ഇടാതെ നല്ല ഈ വൈറ്റ് റൈസില്ലെങ്കിൽ വെളുത്തരിൻ്റെ പച്ചരിൻ്റെ ചോറിന് നല്ല ഒരു സൂപ്പർ സൂപ്പർ കോമ്പിനേഷൻ ഇത്. അങ്ങനെ കുറച്ചൊരു തേങ്ങ എണ്ണ എടുത്തിട്ട് ഒരു 5-6 ബാടകി മുളകെന്ന് പറയും ഞങ്ങൾ. ഇങ്ങനെ വെള്ളി മുളകുണ്ടല്ലേ, 5-6 വെള്ളി മുളകിന് ഇങ്ങനെ സിമ്മിൽ വെച്ചിട്ട് ഫ്രൈ ആക്കിയിട്ട് പിന്നെ 3-4 ഈ ഗുണ്ടൂർ മുളകെന്ന് പറയും, കുറച്ച് കാരമില്ലേ മുളകിന്, ഗുണ്ടൂർ മുളകിനെ ഇട്ടിട്ട് അതിനെ വറുക്കണം. വറുത്തിട്ട് പിന്നെ കുറച്ച് ഈ കൊത്തമ്പരി ഉണ്ടല്ലേ, കൊത്തമ്പരി ഞങ്ങൾ പൊടി യൂസാക്കില്ല. ഞങ്ങൾക്ക് ഇഷ്ടമേ അല്ല പൊടി യൂസാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ റെഡിയായിട്ട് ഫ്രഷ് മസാലയിൽ എല്ലാ കറി വെക്കും ഞങ്ങൾ. അപ്പോൾ ഇതിനെല്ലാം വറുത്തിട്ട് ഇപ്പോൾ ഇനി ചൊറി ഉണ്ടോണ്ട് കുറച്ച് പുളി ജാസ്തി ഇടണം. ഒരു ലെമണിൻ്റെ സൈസ്, മീഡിയം ലെമൺ സൈസിൻ്റെ പുളി എടുക്കണം. പിന്നെ ഇതിനപ്പോൾ അങ്ങനെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് പിന്നെ കുറച്ച് വെള്ളം കൂട്ടിയിട്ട് അങ്ങനെ കടിഞ്ഞിട്ടെടുക്കണം നൈസായിട്ട്. എന്നിട്ട് ഇത് വേഗം ഈ വറുത്തിട്ടെടുത്തോണ്ട് ഇപ്പോൾ ചൂടൊന്നും ഇടണ്ട മിക്സിക്ക്. ഈ വറുത്തിട്ടെടുത്തോണ്ട് ഞങ്ങൾക്കെല്ലാം ഇത് വേഗം മിക്സായിട്ട് കിട്ടിയത്. നല്ല പാങ്ങിൽ കടിഞ്ഞിട്ട് റെഡിയാക്കിയിട്ട് വെക്കണം. ഈ ചേനക്കണ്ടാൽ ഞാൻ കുക്കറിൽ വേവിക്കണം. അങ്ങനെ വേവുന്നില്ല, ഭയങ്കര സമയമെടുത്ത് കുറേ ഗ്യാസ് തീരും. അപ്പോൾ അതൊരു ബുദ്ധിമുട്ട് തന്നെ. അങ്ങനെ ഈ മസാല എല്ലാം ഒക്കെ ഇട്ടിട്ട് കുക്കറിൽ വേവിച്ചാൽ മതിയെന്ന്. എന്താണെന്ന് പറഞ്ഞാൽ അങ്ങനെ വേവിക്കുമ്പോൾ എന്തെങ്കിലും ഒരു 3/4 മണിക്കൂർ വേണം. കുക്കറിൽ ഒരു മിനിമം 6, നല്ല കുക്കറെ 4 വിസിൽ മതി. സാധാരണ കുക്കറെങ്കിൽ ഒരു 6 വിസിൽ വെക്കും. ഇനി വേണം വെള്ളം കൂട്ടിക്കോളൂ. വെള്ളം കൂട്ടിയ പിന്നെ ഇനി വേണം ഉപ്പ് വേണമെങ്കിൽ ഇട്ടോളൂ. ഉപ്പ് വേണം കിട്ടാനല്ലോ, ഉപ്പ് ഇടണം. ഉപ്പ് ഇട്ടിട്ട് ഇനി വെള്ളത്തിൻ്റെ ഒരു അളവാക്കിയിട്ട് ഇനി കുക്കറിൽ ഇപ്പോൾ ഞങ്ങളെ കുക്കറിൽ 6 വിസിൽ വേണം. അങ്ങനെ ഒരു 6 വിസിലെടുക്കുന്നുണ്ട് ഇപ്പോൾ. നോക്കൂ, അപ്പോൾ നല്ല പാല് വെന്തിട്ട് കിട്ടുന്നു. ഈ വെന്തിട്ടില്ലെങ്കിൽ ടേസ്റ്റാകുന്നില്ല കറി. അതിനുകൊണ്ട് അങ്ങനെ വേവിച്ചിട്ട് പിന്നെ ഇനി ലാസ്റ്റിൽ ഞങ്ങൾ നല്ല പാല കടുക് വറുക്കണം. 2 സ്പൂൺ തേങ്ങ എണ്ണ എടുക്കണം. അപ്പോഴേ ഇതൊരു മജ ഉണ്ടെന്ന്. ഇപ്പം നോക്കിയിട്ട് വെന്തിട്ടായി. ഇതിനൊരു പാത്രത്തിന് ഇട്ടിട്ട് റെഡിയാക്കിയിട്ട് വെച്ചിടും. അങ്ങനെ കുക്കർ നമുക്ക് അങ്ങനെ മറിക്കാനാവുന്നില്ലല്ലേ കടുക് വറുക്കുമ്പോൾ. ഇപ്പോൾ ഞങ്ങൾ എന്താക്കണം, വെള്ളുള്ളി കുത്തി വെക്കണം. ഈ കടുക് വറുക്കുമ്പോൾ ഒരു 5-6 പീസ്, ചെറിയ വെള്ളുള്ളിയെങ്കിൽ 5-6 പീസ് എടുക്കണം. ഇത് വലിയ പീസ്. അപ്പം ഞാൻ 4 എടുത്ത് ഇതിനിങ്ങനെ കുത്തിയിട്ട് റെഡിയായിട്ട് വെക്കണം. ഇതിൻ്റെ തോലുണ്ടെങ്കിൽ നല്ലത്, സാരമില്ല. ഈ വെള്ളുള്ളിനെ കുത്തിയിട്ട് പിന്നെ നിങ്ങൾ ഈ പാത്രത്തിന് തേങ്ങ എണ്ണ 2 സ്പൂണിൻ്റെ അടുത്ത് ഇടണം. ഇട്ടിട്ട് നല്ല ചൂടാകുമ്പോൾ ഈ വെള്ളുള്ളി ഇടണം. വെള്ളുള്ളി, കറിവേപ്പില, കടുക്, ഇത് 3 സാധനം. പിന്നെ ഉണക്കമുളകെല്ലാം ഇടലില്ല. ഇതിങ്ങനെ നല്ല ഫ്രൈ ആയിട്ട് ഘമാന്ന് വരുമ്പോൾ ഞങ്ങളുടെ വേവിച്ചിട്ട് വെച്ച ചേന ഉണ്ടല്ലോ, അതിന് ഉപ്പെല്ലാം ഓൾറെഡി ഇട്ടിന്. ഞങ്ങൾ ഉപ്പ്, മഞ്ഞ, പുളി, കാരം എല്ലാം ഇട്ടിട്ട് വേവിച്ചിട്ട് വെച്ചതല്ലേ. ഇനി ഇത് ഈ മറ്റേ ഞങ്ങളൊരു ഒകരണക്ക് ഇങ്ങനെ പോരണം. ഇത്രയാകുമ്പോൾ ഞങ്ങളെ
ചേനക്കണ്ട ചില്ലിക്കറി റെഡിയാന്ന്. എല്ലാവരും വീട്ടിലാക്കും ഒരു ഡിഫറെൻറ്റ് ടൈപ്പിൻ്റെ കറി ഇത്. നല്ല ചേനക്കണ്ട പിന്നെ ഈ വയറ്റിലെല്ലാം പുണ്ണുണ്ടെങ്കിൽ വേഗം ഉണങ്ങുന്നൊരു സാധനം. ഞങ്ങൾക്ക് ഏടെ തടിയിൽ ഇത് ഞങ്ങൾക്ക് തൊടുമ്പോൾ മാത്രം ചൊറിയുന്നല്ലാതെ ഇത് കയ്യിലോ ഏടെ ഈ ചൊറി ഉണ്ടെങ്കിൽ പുണ്ണുണ്ടെങ്കിൽ വേഗം ഉണങ്ങുന്നു. അങ്ങനെ ഓപ്പറേഷൻ ആരെല്ലാം തിന്നെങ്കിൽ ഭയങ്കര നല്ലത്. അതിനോട് ഇതിനെ വേറെ വേറെ ഡിഷായിട്ട് ഞങ്ങൾ ആക്കാം. എന്നൊരിക്കൽ കാണിച്ചു തരുന്നു. എല്ലാവർക്കും ടാറ്റാ ബൈ, സീ യു, ടേക്ക് കെയർ.